അമ്മ രക്ഷപ്പെടാൻ 1% മാത്രമേ ചാൻസ് ഉള്ളൂ എന്നല്ലേ ഡോക്ടർ പറയുന്നത്? എന്നിട്ട് പിന്നെ എന്തിനാ നമ്മൾ അമ്മ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? നമുക്ക് അമ്മ അഴകത്തേക്ക് കൊണ്ടുപോവാം. മലമണി, നീ എന്തൊക്കെയാ പറയുന്നത്? ഈ സിറ്റുവേഷനിൽ അമ്മ അഴകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതെ, അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. മലമണി, അഴകത്തേക്ക് കൊണ്ടുപോണം സർ. ഡോക്ടേഴ്സ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ പ്രാർത്ഥനയും സ്നേഹവും അമ്മയോടൊപ്പം ഉണ്ടാവും. എന്റെ അമ്മയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതെനിക്ക് 100% ഉറപ്പാ. അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് അമ്മയെ അഴകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. എല്ലാം കിട്ടിയില്ലേ? അനന്തു, എന്താ അമ്മേ? നീ ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്. നല്ല മണ്ണിന്റെ മണം. രാവിലെ മഴ പെയ്തിരുന്നു ഏട്ടാ. ആ, ചെറിയൊരു ചാറ്റലുണ്ടായിരുന്നു. ഇത് പുതുമണ്ണിന്റെ മണ. കുട്ടിക്കാലത്ത് ഈ മണം നമുക്ക് പേടിയായിരുന്നു അല്ലേട്ടാ? അന്നൊക്കെ ആൾക്കാർ പറഞ്ഞു പേടിപ്പിച്ചിരുന്നത് ഈ മണം കിട്ടിയാൽ പാമ്പ് വരുന്ന. ദേവു, നീ അമ്മയ്ക്ക് ഇത്തിരി കഞ്ഞി ഉണ്ടാക്ക. ശരി ചേച്ചി. കഞ്ഞി കുടിച്ച് മരുന്നൊക്കെ കഴിച്ച് അമ്മ റെസ്റ്റ് ചെയ്യും. ഒന്ന് നിന്നേ. അഴകത്തേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ വാശി പിടിച്ചത് എന്തിനാണെന്നറിയാമോ? എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഞാൻ ചെയ്തു പോയ തെറ്റിന്, നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ച തെറ്റിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാ. എനിക്ക് ലീലാമ്മയെ കാണണം. അവരെവിടെയുണ്ടെന്നറിയാവുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവൂല്ലോ. അറിയാവുന്ന ആള് അവരെന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരണം. അമ്മ ഇപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പിന്നെ എപ്പോഴും ഞാൻ ചിന്തിക്കേണ്ടത് എന്റെ ശരീരത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയാം. എന്താ നീ പറയണത്? രോഗം? ഒരു ചെറിയ നെഞ്ചുവേദന, അതാ ഇപ്പൊ ഇത്ര വലിയ രോഗം? നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി സുമംഗലേ? എനിക്കൊന്നിനെയും ഒരു പേടിയില്ല ഏട്ടാ. ദാ നോക്ക്, എനിക്ക് ചുറ്റും നിങ്ങളൊക്കെയുണ്ട്. എന്നാൽ ലീലാമ്മയുടെ കാര്യം അങ്ങനെയാണോ? അവർക്ക് അർഹതപ്പെട്ട മുതൽ അവരെ തിരിച്ചേൽപ്പിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തതാ. ഞാനത് ചെയ്യണം. അതിന്റെ പേരിൽ ഇനി ആരൊക്കെ വേദനിച്ചാലും ആ വേദന എന്നെ ഒന്ന് സ്പർശിക്കു പോലുമില്ല. ലീലാമ്മ ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും നിങ്ങൾ അവരെന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരണം. ഈ ഒരു സഹായം അമ്മയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾ ചെയ്യണം. ഇനി ഒരിക്കലും ഈ അമ്മ നിങ്ങളോട് ആവശ്യപ്പെടില്ല. അനന്തു,
എന്താ നീ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? അമ്മയുടെ ആഗ്രഹം നടക്കണം. ലീലാമ്മ എവിടെയാണെങ്കിലും അവരെ കണ്ടെത്തി നമുക്ക് അഴകത്തേക്ക് കൊണ്ടുവരണം. അത് നമ്മുടെ ഉത്തരവാദിത്ത. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യണം. ഏട്ടാ, ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ലീലാമ്മ എവിടെയാണെന്ന് പോലീസുകാർക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ അവരെ അന്വേഷിച്ചിറങ്ങി കഴിഞ്ഞാൽ അവരെ നമ്മുടെ കൈ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നത്? അവരെ കുറിച്ച് അന്വേഷിക്കേണ്ടെന്നോ? വേണ്ട. നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് ലീലാമ്മയുടെ പുറകെ നടക്കുന്നത്? ലീലാമ്മയുടെ മകൻ ആരാണെന്ന് അമ്മയ്ക്കറിയാലോ. അമ്മ അത് പറയട്ടെ. അതല്ലേ ഏറ്റവും എളുപ്പമുള്ള വഴി. എടാ, അമ്മ ഇത് പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇയാൾ വിചാരിച്ചാൽ അമ്മയെ കൊണ്ടത് പറയിപ്പിക്കാൻ പറ്റും. ഞാനോ? പിന്നല്ലാതെ. ഞാനെങ്ങനെ പറയിക്കാനാ? ഇയാള് അഴകത്ത് സുമംഗലാമ്മയുടെ മകനാ. എൻ്റെ അരവിന്ദേട്ടൻ്റെ കാര്യത്തിലേ ഉള്ളൂ എല്ലാവർക്കും സംശയം. പക്ഷേ ലീലാമ്മയുടെ മകനാരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അയാളാ, ആ അരവിന്ദേട്ടനാ ലീലാമ്മയുടെ മകൻ. അതുകൊണ്ടാ അയാൾക്ക് നമ്മുടെ അമ്മയോട് സ്നേഹമില്ലാത്തത്. ഇത്രയും കാലം ആ സ്നേഹം അയാൾ നടിക്കുകയായിരുന്നു. അനന്തു, തർക്കിക്കാൻ വേണ്ടി പറയല്ല ഏട്ടാ. അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അയാൾ അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? എടാ, അരവിന്ദേട്ടന് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. എന്ത് സാഹചര്യം? ഒക്കെ കള്ളത്തരവാ. അമ്മയോട് ആത്മാർത്ഥമായ സ്നേഹം അയാൾക്കുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ അടുത്ത് വരാൻ ഒന്നും അയാൾക്കൊരു തടസ്സമാവില്ലായിരുന്നു. അതുകൊണ്ട് ലീലാമ്മയെ അന്വേഷിച്ച് പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം വിട്ടേക്ക്. അതല്ല, അത് ചെയ്തേ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിൽ ആയിക്കോ. പക്ഷേ ഒന്നിനും എന്നെ പ്രതീക്ഷിക്കണ്ട. അമ്മയുടെ മനസ്സിനിപ്പോ പഴയ ബലമൊന്നുമില്ല. മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുക. അതുകൊണ്ട് തന്നെയാ ലീലാമ്മയെ കാണണമെന്ന് അമ്മ വാശി പിടിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോവെന്ന് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അതിനു മുമ്പ് ലീലാമ്മയ്ക്ക് അവരുടെ മകനെ തിരിച്ചു കൊടുക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പം അമ്മയുടെ മനസ്സിലുള്ളൂ. രോഗമല്ല, പലരുടെയും പെരുമാറ്റ അമ്മയെ തകർത്ത് കളഞ്ഞത്. അമ്മയെ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നറിഞ്ഞിട്ടും അരവിന്ദേട്ടൻ അങ്ങോട്ടൊന്നും വന്നില്ല, അറിയോ? അമ്മയെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴെങ്കിലും ഏട്ടൻ വരുമെന്ന് വിചാരിച്ചു. വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, അമ്മയൊന്ന് വിളിക്കെങ്കിലും ചെയ്തൂടെ? അതും ഏട്ടൻ ചെയ്തില്ല. അബി, എനിക്കൊരു സമാധാനമില്ല. ലീലാമ്മയുടെ മകൻ അരവിന്ദേട്ടനാന്നാ അനന്തു പറയുന്നത്. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ എന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ആർക്കറിയാം? അമ്മയുടെ മനസ്സ് നോവുന്നൊന്നും സംഭവിക്കരുതെന്ന ഡോക്ടേഴ്സ് പറയുന്നേ. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് അബിയെ കൂടുതൽ വിഷമിപ്പിക്കല്ല കേട്ടോ. അല്ല, എന്താ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്ത? അബി, എനിക്കറിയാം എന്തിനാ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. എനിക്കൊരു ഭാരമാവാൻ നീ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ എൻ്റെ വഴിക്ക് വിടാൻ നീ അങ്ങ് തീരുമാനിച്ചു. അതല്ലേ സത്യം? പക്ഷേ ഒന്ന് നീ മനസ്സിലാക്കിക്കോ അബി, എനിക്കിപ്പോ ആരുമില്ല. നിന്റെ ശരീരം തളർന്ന പോലെ എന്റെ മനസ്സും അങ്ങ് തളർന്നുപോയി. അമ്മയും കൂടെ ഇങ്ങനെ ആയപ്പോ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി അബി. ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിലെന്ന് സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ.
എന്താ വിളിച്ചേ? അച്ഛാ, എനിക്ക് സംസാരിക്കാൻ പറ്റും. മോളെ. അഭി, എന്താ മോളെ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിനക്ക് പറയാനുള്ള എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെയും കുഞ്ഞിനെയും ഞാൻ ശല്യപ്പെടുത്തില്ല. എന്നെ എൻ്റെ കുഞ്ഞിനെയും കുറിച്ചല്ല, അമ്മയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. ലീലാമ്മയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ലീലാമ്മയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം? അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാമല്ലോ. ഡോക്ടർ അത് നിങ്ങളോട് രണ്ടുപേരോടും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തതാ. എത്രമാത്രം സന്തോഷവും സമാധാനവും അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയൂ, അത് മാത്രമാണ് അമ്മയ്ക്കുള്ള മരുന്ന്. അമ്മ ഇങ്ങനൊരാഗ്രഹം പറയുമ്പോൾ മറ്റാരതിന് തയ്യാറായില്ലെങ്കിലും നിങ്ങളതിന് തയ്യാറാവണം. കാരണം ആ അമ്മയെ നിങ്ങൾ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹത്തെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ നേടിയെടുത്തു. നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്തത്? അല്ലെങ്കിൽ പറ. മലമണി, നീ പറഞ്ഞൊക്കെ ശരിയാ. എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. ആ ബോധം ഉള്ളിലുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു നല്ല കാര്യം നിങ്ങൾ ചെയ്യണം. ലീലാമ്മ എവിടെയുണ്ടെങ്കിലും അവരെ നിങ്ങൾ കണ്ടെത്തണം. ഇതുവരെ ആ പാവ അമ്മയോട് നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ഇങ്ങനെങ്കിലും നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യും. ലീലാമ്മ കവിതയുടെ കയ്യിലുണ്ട്. അവളാ അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത് എനിക്കെങ്ങനെ അറിയാമെന്നോ ഇങ്ങനൊരു സംശയം തോന്നാനുള്ള കാരണം എന്താണെന്നോ എന്നോട് ചോദിക്കണ്ട. കവിത ഒരുക്കിയിരിക്കുന്ന ഏതോ ഒരു താവളത്തിൽ അവരുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എത്ര കാലം അവരവിടെ ജീവനോടെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. അമ്മയുടെ ആഗ്രഹം നടക്കണമെങ്കിൽ കവിതയുടെ കയ്യിൽ നിന്നും ലീലാമ്മയെ രക്ഷിച്ചുകൊണ്ട് വരണം. അതിന് കഴിയോ നിങ്ങൾക്ക്? കഴിയണം. ഓരോ നിമിഷവും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾക്കത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതെങ്കിലും നിങ്ങൾ ചെയ്യണം. കവിത ഇങ്ങനെ ഡെസ്പായിട്ടിരുന്നിട്ട് എന്താ കാര്യം? അത്ര വേഗമൊന്നും അഴകത്തമ്മയുടെ ജീവൻ പോവില്ല. അവരെ കൊണ്ടുള്ള ശല്യം തീർന്നെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു സോളമ. എന്നാലും ഒരു കുഴപ്പവും ഇല്ലാതെ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നല്ലോ. ഇരട്ടച്ചങ്കായിരിക്കും. അത്ര പെട്ടെന്നൊന്നും ജീവൻ പോവില്ല. ഇനി അഥവാ അവർക്കെന്തെങ്കിലും സംഭവിച്ചാലും ആ കുടുംബം നശിച്ച് നാറാണക്കല്ലാവും എന്നുള്ള പ്രതീക്ഷയൊന്നും കവിതയ്ക്ക് വേണ്ട. ബാലാമണി അവിടെ ഉണ്ടല്ലോ. അവർക്ക് ശേഷം ബാലാമണി. അതവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും. അല്ലാതെ അവർ ബാലാമണിയെ പിടിച്ച് അഴകത്തമ്മ ആക്കില്ലല്ലോ. സോളമ, ഞാൻ ഇവിടെ ഇത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ അഴകത്തമ്മയുടെയും ബാലാമണിയുടെയും മിടുക്കിനെ പറ്റി പറയാതെ എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വഴി പറ. എന്തു വഴി? ഒരു വഴിയില്ല. ഇപ്പൊ തന്നെ കവിത കുരുക്കിന്റെ അങ്ങേ അറ്റത്താ നിൽക്കുന്നേ. ഒരു ഭാഗത്ത് ലീലാമ്മ, ഒരു ഭാഗത്ത് എപ്പോഴും തൂറിക്കൊണ്ടിരിക്കുന്ന ആ ചെറുക്കൻ, പിന്നെ 25 ലക്ഷം രൂപയുടെ കടം.
ഇതൊന്നും പോരാഞ്ഞിട്ട് രുക്മിണിക്ക് കൊടുത്ത 50 ലക്ഷത്തിന്റെ കള്ളനോട്ട്. ഇത്രയും കുറുക്ക് പോരെ? സോളമ, താൻ വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ. ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി പറയല്ല കവിത. കവിതയുടെയും എന്റെയും ചുറ്റുപാടൊന്ന് ഓർമ്മിപ്പിച്ചതാ. കാര്യങ്ങളുടെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ നമ്മൾ പെടും. മിക്കവാറും പോലീസ് ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോകും. പിന്നെ സുഖ ജയിലിലെ ഫുഡൊക്കെ കഴിച്ച് ഒരു 10-25 കൊല്ലം സുഖമായിട്ടങ്ങ് കഴിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ അഴകത്തമ്മയും ബാലാമണിയും തകർക്കാൻ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. അതും ജയിലിൽ കിടന്ന് നമ്മൾ മരിച്ചില്ലെങ്കിൽ. അല്ലെങ്കിൽ അതും വേണ്ട. മൈഥിലിയേട്ടത്തിയുടെ ഫോണാണല്ലോ. ഇവരിനി എന്ത് ഭണ്ഡാരത്തിനാണാവോ വിളിക്കുന്നത്? ആ ഏട്ടത്തി, നീ പോലും എന്നെ മറന്നുപോയല്ലോ. അതുപോട്ടെ, അഴകത്തെ കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ? എന്ത് കാര്യം അറിയുന്നുണ്ടോന്ന്? അഴകത്ത് വീടിന് തീ പിടിച്ചോ? അതോ അഴകത്തമ്മയ്ക്ക് വീണ്ടും അറ്റാക്ക് വന്നോ? അഴകത്തമ്മയ്ക്കല്ല, അഴകത്തമ്മയുടെ മക്കൾക്കാ അറ്റാക്ക് വരാൻ പോകുന്ന. ഏട്ടത്തി, കാര്യം എന്താണെന്ന് വെച്ചാ പറ. കവിതയെ അവർക്ക് ലീലാമ്മയെ കാണണോന്ന്. ലീലാമ്മയോ? അതെ, അവരുടെ അവസാനത്തെ ആഗ്രഹം. ലീലാമ്മയുടെ മകൻ ആരാണോ അയാളെ അഴകത്തമ്മ ലീലാമ്മയെ ഏൽപ്പിക്കാൻ പോകുന്നു. ഞാനേതായാലും നേരത്തെ തന്നെ അരവിന്ദേട്ടനെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നത് നന്നായി. സ്വത്തുക്കൾക്ക് വേണ്ടി കേസും കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ ഏട്ടത്തി ഈ കാര്യം എന്നെ വിളിച്ചു പറഞ്ഞത്? നിന്നെ അഴകത്ത് നിന്ന് അടിച്ചിറക്കിയ അനന്തവിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ നിനക്ക് ഈ വഴി ഉപയോഗിക്കാം. എങ്ങനെ? എങ്ങനെയെങ്കിലും ലീലാമ്മയെ കണ്ടെത്തുക, അവരെ സ്വാധീനിച്ച് അനന്തുവാണ് അവരുടെ മകനെന്ന് പറയിക്കുക. അനന്തവിനോടുള്ള പക തീർക്കാൻ നിനക്ക് ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടില്ല. ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിന്റെ ഇഷ്ടം പോലെ നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക ശാവം. എന്താ കവിത, എന്താ പുതിയ വിശേഷം? എനിക്കൊരു ട്രംപ് കാർഡ് വീണ് കിട്ടിയിരിക്കുന്നു സോളമ. അഴകത്തമ്മയ്ക്ക് ലീലാമ്മയെ കാണണമെന്ന്. എനിക്ക് മുന്നിൽ ഇനി മനോഹരമായ 2 വഴികൾ. ലീലാമ്മയെ കാണാൻ ആഗ്രഹിക്കുന്ന അഴകത്തമ്മയുടെ മുന്നിലേക്ക് ലീലാമ്മയെ കൂട്ടിക്കൊണ്ട് ചെല്ലാം. അനന്തുവാണ് അവരുടെ മകനെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി 2ാമത്തെ വഴി. അഴകത്തമ്മ ഒരിക്കലും ലീലാമ്മയെ കാണരുത്. അവസാന ആഗ്രഹം സഫലമാകാതെ പാവ അഴകത്തമ്മ. 2ലേതാ സോളമ ബെസ്റ്റ് ചോയ്സ്? ലീലാമ്മ, അഴകത്തമ്മയ്ക്കൊരു ആഗ്രഹം നിങ്ങളെ കാണണമെന്ന്. അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാ. ചിലപ്പോ അധികമൊന്നും അവരുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വച്ചു പുലർത്തണ്ട. അങ്ങനെയുള്ള അവര് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അഴകത്തമ്മ ആ രഹസ്യം നിങ്ങളോട് പറയാൻ പോകുന്നു. 3 പേരിൽ ആരാണ് നിങ്ങളുടെ മകനെന്ന രഹസ്യം? എനിക്ക് പോണം, അഴകത്തമ്മയെ കാണണം. ഇനിയും നീ എന്നെ ഇവിടെ പിടിച്ചിടാമെന്ന് വിചാരിക്കണ്ട. അതിന് നിങ്ങൾ പോവണ്ടാന്നോ അഴകത്തമ്മയെ കാണണ്ടാന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ സോളമ? ഏയ്, ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോണം, അഴകത്തമ്മയെ കാണണം. നിങ്ങളുടെ മകൻ ആരാണെന്ന് അഴകത്തമ്മയിൽ നിന്ന് അറിയുകയും വേണം. എന്താ ലീലാമ്മേ, ഒരു വിശ്വാസക്കുറവ് പോലെ? സത്യം ഞാൻ പറയുന്നേ. നിങ്ങളെ അഴകത്തേക്ക് ഈ കവിത കൊണ്ടുപോകും. ഇല്ല, ഇത് ചതിയാണ്. ഇത്രയും പെട്ടെന്ന് നിനക്കഴകത്തമ്മയോട് സ്നേഹവും സഹതാപവും ഒക്കെ തോന്നാനുള്ള കാരണം എന്താണ്? അയ്യോ, എനിക്ക് അവരോട് യാതൊരു സ്നേഹവും ഇല്ല.
അറ്റാക്ക് വന്നിട്ടും അവര് തട്ടിപ്പോയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് സഹതാപം കൊണ്ടൊന്നും അല്ല. അഴകത്തമ്മ ആരുടെ പേര് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. പിന്നെ അനന്തുവിന്റെ പേരാണ് പറയുന്നതെങ്കിൽ ഒരിത്തിരി സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു കാര്യം കൊണ്ട് അഴകത്തെ കുടുംബം തകർക്കാമെന്നും എന്റെ മക്കളെ തമ്മിലടുപ്പിക്കാമെന്നും നീ വിചാരിക്കണ്ട. അവരെ വളർത്തിയതേ അഴകത്തമ്മയാ. ആ അമ്മയുടെ അന്തസ്സ് എല്ലാ മക്കളും കാണിക്കും. ആദ്യമായി അഴകത്ത് വന്ന ദിവസം അഴകത്തമ്മയുടെ മക്കളുടെ അന്തസ്സ് നിങ്ങൾ നന്നായിട്ട് കണ്ടതാണല്ലോ അല്ലേ? നീയാണതിന് കാരണക്കാരി. നിന്റെ വാക്ക് വിശ്വസിച്ച അന്ന് അവരങ്ങനൊക്കെ ചെയ്തത്. എങ്കിൽ എന്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങളുടെ മക്കൾ ഇനി പലതും ചെയ്യാൻ പോവാ. ഇല്ലടി, അങ്ങനെ നിനക്കിട്ട് പന്ത് തട്ടാൻ അഴകത്തെ ഒരാളെ നിനക്കിനി കിട്ടില്ല. നീ എന്താണെന്ന് അഴകത്തുകാർ മനസ്സിലാക്കി കഴിഞ്ഞു. നോക്കാം. എന്തായാലും ഞാൻ അഴകത്തെ ഒരാളെ കാണാൻ പോവാ. അയാളുടെ തീരുമാനം എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചിലത് തീരുമാനിക്കാൻ.